ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ സുഖമാണല്ലോ അല്ലേ? പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്ന് അഭിഷേകത്തിനെ കാണുന്ന കാര്യം മറക്കണ്ട. പിന്നെ വേറെ പറയത്തക്ക വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മീഡിയയിലൂടെയുള്ള എല്ലാ ശുശ്രൂഷകളും നല്ല കൃപയിൽ ഉയരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞിട്ടോക്കിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അഭിഷേകാഗ്നി, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹോളി സ്പിരിറ്റ് ഈവനിങ്, പിന്നെ അഭിഷേക് നിസ്തേസ് ലേഡി എന്ന ഫ്രൂട്ട് ഓഫ് മേരി മക്കളില്ലാത്ത ദമ്പതികൾക്കുള്ള ശുശ്രൂഷ തിങ്കളാഴ്ച രാവിലത്തേത് എല്ലാത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു നന്മ അറിഞ്ഞവരെയും ചൊല്ലി എല്ലാത്തിലൂടെയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 138 സങ്കീർത്തനത്തിൽ അതിന്റെ 6 തിരുവചനമാണ്. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: വലുതാകുമ്പോഴും നമ്മൾ ഈ മനോഭാവം കളയരുത് എന്നുള്ളതാണ്. സങ്കീർത്തനത്തിന്റെ പുസ്തകം പഠിപ്പിക്കുകയാണ്, കർത്താവും മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു. നല്ലൊരു വചനമാണ് അല്ലേ? നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ ഈ ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ദൈവമായ കർത്താവ്, ആ കർത്താവ് മനുഷ്യനായി അവതരിച്ചു അല്ലേ ഈശോ. ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കി, എപ്പോഴും ഈശോയുടെ ഒരു കെയർ അല്ലേ പാവങ്ങളോട്, താണു പോകുന്നവരോട്, വീണു പോകുന്നവരോട്, അവർക്ക് എപ്പോഴും ഒരു പരിഗണന കൊടുക്കുകയാണല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ വചനത്തെ വെച്ച് നമ്മളിങ്ങനെ ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തെ പലതരത്തിലുള്ള വിദ്യാഭ്യാസപരമായിട്ട് ചിലപ്പോൾ നമ്മൾ ഉയരും, സാമ്പത്തികമായിട്ട് ചിലപ്പോൾ നമ്മൾ ഉയരും, പിന്നെ അധികാരത്തിന്റെ മണ്ഡലത്തിൽ കർത്താവ് നമ്മളെ ഉയർത്താം, കൃപയിൽ പരിശുദ്ധാത്മാവിഷയത്തിന്റെ നിറവിൽ കർത്താവ് ഉയർത്താം. അങ്ങനെ കർത്താവാണ്, അതാണ് കിഴക്കെന്നോ പടിഞ്ഞാറെന്നല്ല, ദൈവമായ കർത്താവിൽ നിന്നാണ് ഉയർച്ച വരുന്നതെന്ന് സങ്കീർത്തനം പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് നട്ടു അല്ലെങ്കിൽ അപ്പോളോസ് നനച്ച ദൈവമാണ്, വളർത്തുന്ന ദൈവമാണ്, ഉയർത്തുന്നത് നിങ്ങൾക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ദൈവം ഉയർത്തി കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൺസേൺ വേണ്ടത്, എപ്പോഴും ഇങ്ങനെയുള്ള താണവരോട് നമുക്ക് എപ്പോഴും ഒരു കടാക്ഷവും, നമുക്ക് എപ്പോഴും ഒരു സ്നേഹവും, എപ്പോഴും ഒരു പരിഗണന വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും വളർന്നു വരുന്നത്, ഏത് മേഖലയിൽ വളർന്നു വരുന്നതും ആ ലെവലിലുള്ള ആൾക്കാരോടാകും നമ്മുടെ കൂടുതൽ കണക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? അത് ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും. ബാക്കിയുള്ളവരൊക്കെ ശരി 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 കേട്ടോ, അങ്ങനെ ചെയ്യരുത്. അപ്പം നോക്കിയേ, കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു. ശരിയല്ലേ? അതുകൊണ്ടാണ് നീ എത്രമാത്രം ഉന്നതനാകുക അത്രമാത്രം വിനീതനാകുക എന്ന് പറയുന്നതിന് കാരണം. അതുകൊണ്ട് നമുക്ക് ഈ വചനം വെച്ച് ചിന്തിക്കാം, അനുദപിക്കാം. വീഴ്ചകൾ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുത്. കുമ്പസാരത്തിലൂടെ എല്ലാം കർത്താവ് മോചനം തരും. ഇനിയുള്ള ജീവിതത്തിൽ നമ്മളിങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ ചിന്തിച്ച് തീരുമാനമെടുത്ത് കർത്താവിന് കൃപ ചോദിച്ച് പതുക്കെ അതൊരു ഹാബിറ്റാക്കി പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയാൽ കർത്താവ് പ്രത്യേകം നമ്മളെ ഉയർത്തും. വീണ്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെയുണ്ട്. നമുക്ക് സ്തുതിക്കാം, ഈശോയെ നന്നായി സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ. കർത്താവായ ദൈവമേ, ഇന്ന് കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകം വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേകം ഓർക്കുകയാണ്. കർത്താവ് എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ കർത്താവ്. ഓരോ വ്യക്തികളുടെ മേലും കർത്താവ് വലിയൊരു എളിമയുടെ അഭിഷേകം നിറയട്ടെ കർത്താവ്. കർത്താവ് ഉയർത്തിയ ഓരോ മേഖലകളിലും നിൽക്കുമ്പോൾ തന്നെ കർത്താവിനോടുള്ള നന്ദിയോടുകൂടി താണവരെ കടാക്ഷിക്കാൻ പ്രത്യേക അഭിഷേകം നിറയട്ടെ കർത്താവ്. എൻ്റെ ദൈവമേ, ഈ കുഞ്ഞിട്ടോക്കിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. സകല പൈശാചിക പീഡകൾ നിങ്ങൾ കുടുംബം ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടൊഞ്ഞ് നിത്യാജ്ഞ നിബന്ധിക്കപ്പെടണേ. കർത്താവിന്റെ വലിയൊരു കരുണ, കർത്താവിന്റെ വലിയൊരു കൃപ, കർത്താവിന്റെ വലിയൊരു നിറവ് നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിന് മനസ്സറിഞ്ഞ് ബ്ലെസ് ചെയ്തു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.